ഹലോ, എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ സംസാര വിഷയം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിനെ കുറിച്ചാട്ടോ. അതിന് മുന്നേ വേറൊരു കാര്യം, കുറേ ദിവസമായി ഇടക്കിടക്ക് ഇങ്ങനെ വീഡിയോ ഇടാനില്ല ഇപ്പോൾ. കാരണം വീഡിയോ ഇടാനും മൂഡ് ഉണ്ടാവില്ലേ. പിന്നെ വൈഫൈയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അപ്ലോഡാക്കാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാഞ്ഞ്. പിന്നെ കുറച്ചൊരു ബിസിയായി, പണിത്തിരക്കുമായി. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ മൂടില്ല, വീഡിയോ എടുക്കാനുള്ള മൂടൊന്നുമില്ല. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അതിൻ്റെ കുറവ് എനിക്ക് എൻ്റെ വാച്ച് ടൈമിൽ കാണുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബർമാരൊക്കെ ഒരാഴ്ചയായി, എനിക്ക് പുതിയ സബ്സ്ക്രൈബർമാരൊന്നും വന്നിട്ടില്ല. അപ്പം ഇന്നലെയാണ് ഒരാൾ വന്നത്. അപ്പോൾ അതൊക്കെയാണ് വീഡിയോ ഇടാണ്ടിരുന്നതിൻ്റെ കാരണം. പിന്നെ പറയുന്നത് ബിഗ് ബോസിനെ കുറിച്ചാട്ടോ സംസാരം. ഇന്നത്തെ സംസാരം അതാണ്. ബിഗ് ബോസ് ഞാൻ കാണാറില്ലാത്തൊരു പരിപാടിയാണ്. ഞാൻ സീസൺ 1 ഒരു 3-4 എപ്പിസോഡ് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ. പിന്നെ ഞാൻ ഇപ്പോൾ സീസൺ 7 ആയി. ഞാൻ 5, 6, 4 വന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. 1 ഉണ്ടെന്ന് സീസൺ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3-4 എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം 7ാമത്തെ സീസണായിട്ടാണ് പിന്നെ ഞാനത് ബിഗ് ബോസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് അറിയണം കേട്ടോ. അതിപ്പോൾ കാരണം എന്താ വെച്ചാൽ നമ്മളെ രേണുസുതി അതിൽ കയറിയിട്ടുണ്ടല്ലോ. പിന്നെ അല്ല ആദിലാനൂറ അവരൊക്കെ ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അത് കൂടുതലും നമ്മളെ രേണുസുതിയുടെ വീഡിയോസുകൾ ഷോർട്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ രേണുസുതിയുടെ വീഡിയോസ് കുറച്ച് ബിഗ് ബോസിലല്ലാണ്ട് തന്നെ അവൾ കുറച്ച് എയറിലായി നിന്നിരുന്ന ഒരാളാണല്ലോ. അപ്പോൾ എയറിലാക്കിക്കൊണ്ടിരിക്കുന്നില്ല ആൾക്കാർ. അവൾ എയറിലാവണം എന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. അവളെ ജീവിതമാർഗം തേടി അവളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുന്ന. അവൾ പഠിച്ച പണിയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾക്ക് അറിയുന്നത് അവൾ ചെയ്യുന്നു, ജീവിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള അതിനെ പിന്നെ ക്രൂശിക്കാനും കുറ്റം കണ്ടുപിടിക്കാനും അത് പറയാനും, എന്നിട്ട് അതിനെ കൊണ്ട് ഒരെണ്ണം അങ്ങോട്ട് പറഞ്ഞിട്ട് 10 അവളെ കൊണ്ട് ഇങ്ങോട്ട് പറയിപ്പിക്കുക. എന്നിട്ട് ആ 10 നിന്ന് ഒരു 4 തിരഞ്ഞെടുക്കുക. എന്നിട്ട് 4 ചാനലുകാർ ആ 4 ചോദ്യം ചോദിക്കുമ്പോൾ അത് 40 മാറുക, 40 ഉത്തരങ്ങളായിട്ട് മാറുക. ആ 40 ഉത്തരത്തിൽ നിന്ന് വീണ്ടും അതിലൊരു 10 ചോദ്യങ്ങൾ ഉണ്ടാവുക. എന്നിട്ട് അത് 10 മീഡിയക്കാരെടുക്കുക. എന്നിട്ട് അങ്ങനെ ആ പണിയിലിട്ട് ഭ്രാന്താക്കുക. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഞാനവളെ ശ്രദ്ധിക്കാറുണ്ട്. അവളെ വീഡിയോസുകൾ, ഇൻ്റർവ്യൂകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ബിഗ് ബോസിൽ വന്നിട്ട് പറഞ്ഞപ്പോൾ എന്താണ് അവിടുത്തെ പാട് എന്നറിയാൻ വേണ്ടി നോക്കണമെന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ അത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ആയിട്ടാണ് അത് ബിഗ് ബോസ് കാണാത്തത്. അപ്പോൾ പിന്നെ പറയാൻ ഇന്ന് ബിഗ് ബോസിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ച കാരണം, FBയിലൊരു പോസ്റ്റ് ഉണ്ട്. ബിഗ് ബോസ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ എന്നിട്ടൊരു പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അപ്പോഴാണ് ഞാൻ ബിഗ് ബോസ് കാണാറില്ലല്ലോ എന്ന്. അപ്പം ബിഗ് ബോസ് കാണാത്തതിൻ്റെ കാര്യം എന്താ വെച്ചെങ്കിൽ, ബിഗ് ബോസ് അതിന് പ്രത്യേകിച്ച് സമൂഹത്തിനൊരു മെസ്സേജൊന്നും ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. അതിൽ നല്ല മെസ്സേജുകളൊന്നും അതിനകത്തില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടാട്ടോ. പിന്നെ വെച്ചാൽ അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ യുവാക്കളും യുവതികളുമാണല്ലോ അതിനകത്തുള്ളത്. ഇപ്രാവശ്യം കുറച്ച് ഏജുള്ളവരൊന്നുമില്ല, ഒക്കെ ചെറുപ്പക്കാരാണ്. ഒരു 30 വയസ്സ് 35 വയസ്സിൻ്റെ ഒക്കെ ചോട ഇങ്ങോട്ട് പ്രായമുള്ള ആൾക്കാരാണ്. അതിലേറ്റവും ചെറുത് നമ്മൾ ആദിലാനൂറയാണ് തോന്നുന്നത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ 2 പേരുള്ളത്. അപ്പോൾ ഒരു 5-8 പേരെങ്കിലും ആൺകുട്ടികളുണ്ട്, യുവാക്കൾ ഉണ്ട്. പിന്നൊക്കെ ഞാൻ ബോഡി ഷേമിംഗ് ഒന്നും പറയില്ല കേട്ടോ. കുറച്ചൊക്കെ ഒരു ചന്തം പവറുള്ള പെൺകുട്ടികൾ തന്നെയാണ് അതിലുള്ളത് അല്ലേ, പെണ്ണുങ്ങൾ. പക്ഷെ ഞാൻ കാണാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ, അവിടെ പെൺകുട്ടികൾ ഒക്കെ അല്പവസ്ത്രം ധരിച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ പെരുമാറുന്നത്, യൂസ് ചെയ്യുന്നത്. അവിടെ അല്പവസ്ത്രങ്ങളാണ് യൂസ് ചെയ്തത്. കൂടുതൽ പേരും വസ്ത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരിങ്ങനെ മോഹൻലാൽ വരുന്ന ഒരു സമയത്തായാലും, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും, അവിടെ ഇങ്ങനെ കൂട്ടം കൂടി ഇരിക്കുന്ന സമയത്തായാലും, ആൺപിള്ളേരും പെൺപിള്ളേരെ കൂടി ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ.
അപ്പോൾ അവിടെ ആൺപിള്ളേരുടെ മുന്നിൽ ഇങ്ങനെ അല്പവസ്ത്രം ധരിച്ചിട്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ചമ്മൽ, അത് കാണാൻ പറ്റാത്ത ഒരു വിഷമം എന്തോ തോന്നുന്നു. അപ്പോൾ അവർക്കൊന്നും ഞരമ്പ് രോഗം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് തന്നെ അവർക്ക് ചമ്മലൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നമുക്ക് ഈ മനസ്സിന് സുഖമില്ലാത്ത ആൾക്കാർക്കല്ലേ കാണുമ്പോൾ അർപ്പൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് മനസ്സിന് സുഖമില്ലായ്മ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ടാവും എനിക്കത് അർപ്പ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ കാര്യം അത് ബിഗ് ബോസ് കാണാത്തതിൻ്റെ കാര്യം. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ സിനിമ സീരിയലൊന്നും കാണാറേ ഇല്ല. കുറേ കാലമായിട്ട് സിനിമ സീരിയലൊന്നും കാണില്ല. അതിൻ്റെ ഒക്കെ കുറച്ചൊക്കെ കാരണങ്ങൾ അത് തന്നെയാണ്. ഈ അല്പവസ്ത്രം ഇട്ടിട്ട് നല്ല ചന്തവും ഭംഗിയൊക്കെ ഉള്ള പെണ്ണുങ്ങളായാലും അങ്ങനെ ഷിമ്മി പോലത്തതും പിന്നെ അങ്ങനത്തെ ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ചമ്മൽ തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല, ചിലപ്പോൾ പറഞ്ഞും പോകും. അപ്പോൾ കണ്ടാലല്ലേ പറയണ്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്നും കാണാറില്ല. ഇപ്പം വല്ല കൂടുതൽ ഈ ന്യൂസ് ചാനൽ കാണും. പിന്നെ കാണുന്നത് ഈ കുട്ടികളുടെ റിയാലിറ്റി ഷോ ഉണ്ടാവും, നമ്മൾ മഞ്ജു സ്റ്റാർ സിംഗ് ഒക്കെ പോലെയുള്ള ആ ഒരു പരിപാടി ആണ് കൂടുതൽ, കുട്ടികളെ പരിപാടിയാണ് കാണുന്നത്. പിന്നെ മറ്റേ ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ കുട്ടികൾ ഈ സ്കിറ്റായിട്ടൊക്കെ വരുന്നത് അതൊക്കെ കാണാറുള്ളൂ. അല്ലാതെ ഇങ്ങനെ വലിയവരുടെ പരിപാടി ഒന്നും കാണാറില്ല. സിനിമ കാണലേ മറ്റു കാലങ്ങൾ ഒരു പാട്ട് പോലും കേൾക്കാനുള്ള മൂടില്ല ഇപ്പോൾ. അപ്പം അങ്ങനെ കേട്ടോ. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ നമ്മുടെ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെട്ട് നമ്മൾ നിമിഷപ്രിയയുടെ കേസ് വീണ്ടും പ്രതിസന്ധിയിലായി എന്ന് കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാന്തപുരം ഉസ്താദ് ഇന്നലെ പറഞ്ഞ് ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോട്ടെ, കുഴപ്പമില്ല, പക്ഷേ അവളോടൊന്ന് വധശിക്ഷ റദ്ദാക്കിയാൽ മതി. കേസും കൂട്ടൊന്നും ഇപ്പം ഇന്നും നാളെങ്കിലും കഴിഞ്ഞ് മോചനം പെട്ടെന്നൊന്നും ഉണ്ടാവണ കാര്യമില്ല. അപ്പോൾ നമ്മൾ റഹീമിൻ്റെ കേസ് നോക്കിയൊക്കെ 1.5 വർഷത്തിൻ്റെ മേലെയായി നമ്മൾ വധശിക്ഷ റദ്ദാക്കിയിട്ട് ഇപ്പോഴും അതിനോടൊന്ന് പോരാൻ പറ്റിയിട്ടില്ല. കാരണം ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വരാത്തത്. അതേപോലെ ഇവൾക്കും ഉണ്ടാവും ഒരു ശിക്ഷാ കാലാവധി ഉണ്ടാവും, അവ കഴിഞ്ഞിട്ട് തന്നെ വരാൻ പറ്റുള്ളൂ. പക്ഷെ അവരുടെ കുടുംബം മാപ്പ് കൊടുക്കില്ല, വധശിക്ഷ നടപ്പാക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ അല്ലേ. അത് രാഷ്ട്രീയവും മതവും തമ്മിലുള്ളൊരു മത്സരമാണ് എന്ന് തോന്നണം എനിക്ക്. രാഷ്ട്രീയത്തിന് പറ്റാത്തത് മതത്തിന് പറ്റുന്നുണ്ടോ, അങ്ങനെ പറ്റാൻ പാടില്ലല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇതാണ്. അത് ഉസ്താദ് പറഞ്ഞു ക്രെഡിറ്റ്, ഞാൻ പറഞ്ഞു ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് ആര് മേടിക്കും എന്നുള്ള ആ ഒരു വിഷമം ഉണ്ടാർക്കോ, ക്രെഡിറ്റ് അവർ കൊണ്ടുപോകുമോ, ക്രെഡിറ്റ് ഇവർ കൊണ്ടുപോകും എന്നുള്ള ആരെങ്കിലും കൊണ്ടുപോട്ടെ. ഉസ്താദ് പറയുന്ന പോലെ തന്നെ ഞാൻ പറഞ്ഞു ആരെങ്കിലും കൊണ്ടുപോട്ടെ. എന്തായാലും വധശിക്ഷയെന്ന് റദ്ദാക്കിയിട്ട് മോചിപ്പിച്ച് കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ടെങ്കിലും നാട്ടിൽ വരാൻ പറ്റട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ സമയത്ത് ക്രെഡിറ്റ് ആര് കൊണ്ടുപോട്ടെ, അതൊന്നും വിഷയമില്ല. അവന് ഉസ്താദും പറയണത് അത് തന്നെയാണ്, ക്രെഡിറ്റ് ഞങ്ങൾക്ക് വേണ്ട, ഒരു മനുഷ്യത്വപരമായ ഒരു ഇടപെടലാണ് നടത്തിയത്. പിന്നെ ഒരാളെ വധശിക്ഷയെന്ന് റദ്ദാക്കുക, വധശിക്ഷ റദ്ദാക്കുക, അല്ലാതെ അവിടുന്ന് അവരെ ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കഴിയാതെ ഇപ്പോൾ ആളങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പം അതിനുള്ള ഗവൺമെൻറ് പറയണ അവിടെ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ കൂടുതൽ ഇടപെടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് ഒരു മതപരമായ ഒരു ഇടപെടലേ അവിടെ നടത്തിയിട്ടുണ്ടാവുക. ഇപ്പോൾ അതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്നിപ്പോൾ ഗവൺമെൻറ്റും പറയണത്. പിന്നെ അപ്പോൾ അവരും പറയുന്നത്, അവർ തലാലിൻ്റെ കുടുംബവും പറയുന്നുണ്ട് ഞങ്ങൾ വധശിക്ഷയിൽ നിന്ന് പിന്മാറില്ല, വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം എന്നാലും ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. കുറേ കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കുക, പക്ഷെ പറയണ നേരത്തൊന്നും ഓർമ്മ ഉണ്ടാവില്ല, ഏതൊക്കെയോ എവിടെ നിന്നൊക്കെയോ പറയും, ഓർമ്മ വരില്ല. പിന്നെ അത് വീഡിയോ കട്ടായി കഴിഞ്ഞാലോ അത് പറയാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് പറയാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും അങ്ങനെ വല്ലതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴേലും പറയാം. അപ്പം ബായ്, നല്ലൊരു ദിനം ആശംസിക്കുന്നു.